ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും ബജറ്റ് ചർച്ച ചെയ്യുവാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും താഴെ പറയുന്ന ഏത് നിയമനിർമ്മാണ പരിഷ്കാരത്തിലൂടെയാണ് നിയമപരമായ അധികാരം നേടിയത്? ഇന്ത്യൻ കൗൺസിലുകളുടെ നിയമം 1892. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും ബജറ്റ് ചർച്ച ചെയ്യുവാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും താഴെ പറയുന്ന ഏത് നിയമനിർമ്മാണ പരിഷ്കരണത്തിലൂടെയാണ് നിയമപരമായ അംഗീകാരം ലഭിച്ചത്? ഇന്ത്യൻ കൗൺസിലുകളുടെ നിയമം 1892. 1888 പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന കൃതി രചിച്ചത് ഇന്ത്യയിലെ താഴെ പറയുന്ന ഇംഗ്ലീഷ് സിവിൽ സർവീസുകാരനാണ്. ജോൺ സ്ട്രാച്ചി. 1642 മുതൽ 1651 വരെ ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം താഴെ പറയുന്ന വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ നിന്ന് ഉടലെടുത്തു. രാജാവും പാർലമെന്റും. 1920 ഏപ്രിൽ 28 നടന്ന 5ാമത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ മിതവും തീവ്രവുമായ ഘടകങ്ങൾ കാരണം സംഘടനകളുടെ പിളർപ്പിന് സാക്ഷ്യം വഹിച്ചു. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ് അതിന്റെ വേദി? മഞ്ചേരി. 1957 സെപ്റ്റംബർ 3 കേരള നിയമസഭ പാസാക്കിയ കേരള വിദ്യാഭ്യാസ ബില്ല് ലക്ഷ്യമിടുന്നത് സേവന വ്യവസ്ഥകളും ശമ്പളങ്ങളും മെച്ചപ്പെടുത്തി സ്വകാര്യ സ്കൂൾ അധ്യാപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, സർക്കാരിൽ നിന്ന് ഗ്രാന്റ് സഹായം സ്വീകരിക്കുന്ന സ്കൂളുകളിലെ അധ്യാപക നിയമനം നിയന്ത്രിക്കുക, സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിർദ്ദേശത്തിനായി സംസ്ഥാനതല ഉപദേശക സമിതിയും സ്കൂൾ തലത്തിൽ പ്രാദേശിക വിദ്യാഭ്യാസ അതോറിറ്റിയും സ്ഥാപിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. താഴെ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ പാളികളുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരങ്ങളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കരേവാസ് രൂപീകരണം കാശ്മീർ ഹിമാലയത്തിൽ കണ്ടെത്തി. ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരി. താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് കാലാവസ്ഥാ ഗ്രൂപ്പുകളുടെ കോപ്പൻസ് സ്കീമുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ എക്കാണ്. ബന്ധമുള്ളവ ഉഷ്ണമേഖല ഈർപ്പമുള്ള കാലാവസ്ഥ എ, വരണ്ട കാലാവസ്ഥ ബി, ചൂടുള്ള മിതോഷ്ണ കാലാവസ്ഥ സി. കാലാവസ്ഥാ ഗ്രൂപ്പുകളുടെ കോപ്പൻസ് സ്കീമുമായി ബന്ധമുള്ളവ ഉഷ്ണമേഖല ഈർപ്പമുള്ള കാലാവസ്ഥ എ, വരണ്ട കാലാവസ്ഥ ബി, ചൂടുള്ള മിതശീതോഷ്ണ കാലാവസ്ഥ സി. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സർക്കിൾ, ഹോൺ, യു ആകൃതിയിലുള്ള താഴ്വരകൾ എന്നിവ ഹിമാനികളുടെ മണ്ണൊലിപ്പിലുള്ള ഭൂപ്രകൃതിയാണ്. 1 മാത്രമാണ് ശരി. സർക്കിൾ, ഹോണ്, യു ആകൃതിയിലുള്ള താഴ്വരകൾ എന്നിവ ഹിമാനികളുടെ മണ്ണൊലിപ്പിലുള്ള ഭൂപ്രകൃതിയാണ്. പണനയവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായവ തിരഞ്ഞെടുക്കുക. പണപ്പെരുപ്പ സമയത്ത് RBI CRR കുറയ്ക്കുന്നു. പണച്ചുരുക്കത്തിന്റെ കാലഘട്ടത്തിൽ RBI CRR ഉയർത്തുന്നു. 2 പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ഘടക പദ്ധതി WCP അവതരിപ്പിച്ചത്? 9ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നതിനുള്ള 2 പരിപാടികളാണ് IADPയും IAPയും. ഇന്ത്യയുടെ 122ാം ഭരണഘടനാ ഭേദഗതി ബില്ല് താഴെ പറയുന്നവയിൽ ഏതിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടതാണ്? GST. 122ാം ഭരണഘടനാ ഭേദഗതി GST. നീതി ആയോഗിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയിലെ രാഷ്ട്രപതിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. നീതി ആയോഗ് 2005 നിലവിൽ വന്നു. 2 പ്രസ്താവനകളും തെറ്റാണ്. മൈക്രോ ഫിനാൻസ് ലോണുകൾക്കായുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കിന്റെ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ സ്ഥാപനമാണ് RBI. താഴെ പറയുന്നവയിൽ ഏത് അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതും ഇന്ത്യയുടെ പ്രദേശത്തുള്ള വിദേശികൾക്ക് അവകാശപ്പെടാൻ കഴിയാത്തതുമാണ്? അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടനവും. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുകൂടുവാനുള്ള അവകാശം. ഓപ്ഷൻ സി 1, 3 എന്നിവയാണ് ശരിയായ ആൻസർ. 5 വർഷത്തിനുള്ളിൽ താഴെ പറയുന്നവയിൽ ഏത് രീതിയിലാണ് രാഷ്ട്രപതിയുടെ ഓഫീസ് അവസാനിപ്പിക്കുന്നത്? ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്ത് അവരുടെ കയ്യിൽ രേഖാമൂലം രാജിക്കത്ത് നൽകി, ഇംപീച്ച്മെന്റ് പ്രക്രിയയിലൂടെ ഭരണഘടനാ ലംഘനത്തിന് നീക്കം ചെയ്യുന്നതിലൂടെ. ഓപ്ഷൻ ബി 2, 3 എന്നിവയാണ് ആൻസർ.
ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും കീഴിൽ SEC-നായി നൽകിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും അത്തരം സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും പട്ടികജാതിക്കാരുടെ അവകാശങ്ങളും സംരക്ഷണങ്ങളും നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട പരാതി അന്വേഷിക്കുന്നതിലും. ഓപ്ഷൻ ബി 1, 2 എന്നിവയാണ് ശരി. താഴെ പറയുന്നവയിൽ ഏതൊക്കെ നിർദ്ദേശക തത്വങ്ങളാണ് സ്വഭാവത്തിന്റെ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുക? തുല്യ ജോലിക്ക് തുല്യവേതനം, മതിയായ എല്ലാ ഉപജീവന മാർഗങ്ങളും ലഭ്യമാക്കുക. 1, 3 എന്നിവയാണ് ശരി. സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ജനാധിപത്യ നിയന്ത്രണം, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? ഭരണഘടന 97-ാം ഭേദഗതി നിയമം 2011. സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനങ്ങൾ, ജനാധിപത്യ നിയന്ത്രണം, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി 97-ാം ഭേദഗതി 2011. കാശ്മീർ ഔദ്യോഗിക ഭാഷാ നിയമം, ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ നിയമം 2020 പ്രകാരം ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷകൾ കാശ്മീരി, ഡോഗ്രി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. കേരള പ്ലാനിംഗ് ബോർഡിന്റെ അഗ്രികൾച്ചറൽ ഡിവിഷന്റെ പ്രധാന സംരംഭം അല്ലാത്തത് ഏതാണ്? ജലവിതരണവും ശുചിത്വവും. കേരള പ്ലാനിംഗ് ബോർഡിന്റെ അഗ്രികൾച്ചർ ഡിവിഷന്റെ പ്രധാന സംരംഭങ്ങൾ കേരളത്തിലെ മനുഷ്യ മൃഗങ്ങളുടെ ഇന്റർഫേസിനെക്കുറിച്ചുള്ള ശില്പശാല, തെങ്ങിന്റെ ഹോൾഡിംഗ്സിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ പഠനം, എല്ലാ പഞ്ചായത്തുകളിലും സോയിൽ മാപ്പിംഗ്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സർക്കാരിന്റെ ദുരന്ത നിവാരണ നയം 2010 കീഴിലുള്ള ജലകാലാവസ്ഥാ ദുരന്തത്തിന്റെ കാറ്റഗറി 1-ൽ വരാത്തത്? സുനാമി കാറ്റഗറി 2-ലാണ് വരുന്നത്. കേരളത്തിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? കേരളത്തിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം ഗ്രാമീണ വികസന പ്രക്രിയയ്ക്ക് നേരിട്ടോ അല്ലാതെയോ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവിധ ഔദ്യോഗിക അനൗദ്യോഗിക പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുക എന്നതാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കേരളയ്ക്ക് ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റുമായി അടുത്ത ബന്ധമുണ്ട്. ഓപ്ഷൻ എ, 1, 2 എന്നിവ ശരിയായ ഉത്തരങ്ങളാണ്. കേരളത്തിലെ സാമൂഹിക സുരക്ഷാ മിഷന്റെ പ്രത്യാശ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. പ്രത്യാശ സ്കീം സാമ്പത്തികമായി ദരിദ്രരായ മാതാപിതാക്കളെ അവരുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ സഹായിക്കുന്നു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 60,000 രൂപയിൽ താഴെയായിരിക്കണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരള വനിതാ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? കമ്മീഷൻ യോഗത്തിന്റെ ക്വോറം 2 ആണ് എന്നത് തെറ്റായതാണ്. കമ്മീഷനിൽ ഒരു ചെയർമാനും 4 അംഗങ്ങളും ഉൾക്കൊള്ളുന്നു. ഒരാൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെടുന്ന ആളായിരിക്കണം. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഓഫീസ് വഹിക്കുന്നു. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള സംസ്ഥാന കമ്മീഷൻ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സംസ്ഥാന കമ്മീഷൻ ഒരു ചെയർപേഴ്സണെയും 6 അംഗങ്ങളും അടങ്ങുന്നതാണ്. കേരള സർക്കാരിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ 2021-ന്റെ 11-ാം റിപ്പോർട്ടിൽ ഗവേണൻസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? IT വകുപ്പ് നൽകുന്ന സേവനങ്ങളുടെ പ്രോസസ് കാര്യക്ഷമത പരിശോധിക്കുകയാണ് ഗവേണൻസിന്റെ ലക്ഷ്യം. 1999-ൽ കേരള സ്റ്റേറ്റ് IT മിഷനും ഇൻഫോർമേഷൻ കേരള മിഷനും സ്ഥാപിച്ചതോടെയാണ് ഗവേണൻസിന്റെ യുഗം കേരളത്തിൽ ആരംഭിച്ചത്. ഗവേണൻസിലും ICTയിലും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള നോഡൽ ഡിപ്പാർട്ട്മെന്റാണ് ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് അനുവദനീയമായ ഡെലിഗേഷൻ അല്ലാത്തത്? നിയമം റദ്ദാക്കൽ. സ്വാഭാവിക നീതി എന്ന സങ്കല്പത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? വിധി നിർണയ അതോറിറ്റി നിഷ്പക്ഷവും ഏതെങ്കിലും തരത്തിലുള്ള താൽപര്യമോ പക്ഷപാതമോ ഇല്ലാതെ ആയിരിക്കണം. വിധി നിർണയ അധികാരി ബന്ധപ്പെട്ട വ്യക്തിക്കെതിരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന തെളിവുകൾ വെളിപ്പെടുത്തണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3. കേരള സർക്കാരിന്റെ വനിതാ ശിശുവികസന വകുപ്പിന്റെ കാവൽ പ്ലസ് പ്രോഗ്രാമിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പ്രകാരം പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളാണ് പരിപാടിയുടെ ഗുണഭോക്താക്കൾ.
ശിശുക്ഷേമ സമിതിയുടെയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെയും മേൽനോട്ടത്തിലും മാർഗനിർദ്ദേശത്തിലും പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകൾ മുഖേനയാണ് പ്രോഗ്രാം ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. കേരളം മുഴുവൻ പ്രാഥമിക തലത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക. കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ: തുടർ വിദ്യാഭ്യാസത്തിലൂടെ സാക്ഷരതാ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, പഠിക്കാൻ താൽപ്പര്യമുള്ള ഓരോരുത്തർക്കും അവസരം നൽകുക, സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുക. അനാബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡുകൾ എന്തിന് കാരണമാകുന്നു? കരൾ പ്രവർത്തന വൈകല്യം, ഹൃദയാഘാതം, സ്ട്രോക്കുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന സംഭവം. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ സ്രവവും ബീജ ഉൽപാദനവും കുറയുന്നു. സ്ത്രീകളിൽ ആർത്തവ അണ്ഡാശയ ക്രമക്കേടുകൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരാൾക്ക് സൂര്യപ്രകാശം പൂർണ്ണമായി ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം? ഓസ്റ്റിയോപൊറോസിസ്. സൂര്യപ്രകാശം പൂർണ്ണമായി ലഭിക്കാതിരുന്നാൽ വരുന്നത് ഓസ്റ്റിയോപൊറോസിസ്. വാക്സിനേഷൻ വഴി തടയാവുന്ന ഒരേയൊരു അർബുദം സെർവിക്കൽ ക്യാൻസർ. BPL രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ സഹായം വാഗ്ദാനം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനുള്ള ലോക ഹൃദയ ദിനാചരണം എന്ന് നടക്കുന്നു. സെപ്റ്റംബർ 29. ആപേക്ഷിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ 4 അടിസ്ഥാന ശക്തികൾ ക്രമീകരിക്കുക. ഗ്രാവിറ്റേഷണൽ, ന്യൂക്ലിയർ വീക്ക്, ഇലക്ട്രോമാഗ്നറ്റിക്, ന്യൂക്ലിയർ സ്ട്രോങ്. മനുഷ്യ ശരീരങ്ങൾ ഉൾപ്പെടെയുള്ള ചൂടുള്ള വസ്തുക്കൾ ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ രൂപത്തിൽ കുറച്ച് ചൂട് പുറപ്പെടുവിക്കുന്നു. ഇത് നൈറ്റ് വിഷൻ കണ്ണടകളിൽ ഉപയോഗിക്കുന്നു. ഗുരുത്വാകർഷണം മൂലം ത്വരിത ഗതിയിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കുമെങ്കിലും മഴത്തുള്ളികൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല. കാരണം മഴത്തുള്ളികൾക്ക് ടെർമിനൽ പ്രവേഗമുണ്ട്. നൊബേൽ സമ്മാനം റെയ്നർ വെയ്സ്, ബാരി സി ബാരിഷ്, കിപ്പ് എൽ ജോൺ എന്നിവരുമായി പങ്കിട്ടത് എന്തിനുവേണ്ടി? ലിഗോ ഡിറ്റക്ടറിലും ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ നിരീക്ഷണത്തിലും നിർണായക സംഭാവനകൾ. രസതന്ത്രത്തിലെ മികച്ച 10 ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ. രസതന്ത്രത്തിന് മൂല്യം പ്രദർശിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ ക്ഷേമത്തിനും പ്ലാനറ്റ് എർത്തിന്റെ സുസ്ഥിരതയ്ക്കും കെമിക്കൽ സയൻസുകൾ എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്നതിനുള്ള IUPACയുടെ ഒരു പദ്ധതിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ പദ്ധതിയുടെ ഭാഗമല്ലാത്തത്? ഹൈഡ്രജൻ സുസ്ഥിരത ഉൽപാദനം. ഹൈഡ്രജന്റെ സുസ്ഥിരത ഉൽപാദനം. കോപ്പ അമേരിക്കയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ശരിയായത് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പുകൾ നേടിയത് അർജന്റീനയും ഉറുഗ്വേയുമാണ്, 15 കപ്പ് വീതം. താഴെ പറയുന്നവ പരിഗണിക്കുകയും ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരിച്ചറിയുകയും ചെയ്യുക. ക്രിമിനൽ നടപടിക്രമം തിരിച്ചറിയൽ ബിൽ 2022 ശാരീരികവും ജൈവപരവുമായ സാമ്പിളുകൾ ശേഖരിക്കുവാനും സംഭരിക്കുവാനും വിശകലനം ചെയ്യുവാനും പോലീസിനെയും ജയിൽ അധികാരികളെയും അനുവദിക്കും. ഏതെങ്കിലും പ്രതിരോധ തടങ്കൽ നിയമത്തിന് കീഴിൽ വ്യക്തികൾക്ക് ഈ വ്യവസ്ഥ ബാധകമാക്കുവാനും ബിൽ ശ്രമിക്കുന്നു. തടവുകാരുടെ തിരിച്ചറിയൽ നിയമം 1920 റദ്ദാക്കാൻ ബിൽ ശ്രമിക്കുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആസാദി കാ അമൃത് മഹോത്സവം പ്രമാണിച്ച് മഡഗാസ്കറിൽ മഹാത്മാഗാന്ധി ഗ്രീൻ ട്രയാങ്കിൾ അനാച്ഛാദനം ചെയ്തു. മഡഗാസ്കറിലെ ഇന്ത്യൻ അംബാസിഡർ അഭയ് കുമാർ ഒരു പച്ച ത്രികോണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആസാദി കാ അമൃത് മഹോത്സവം അനാച്ഛാദനം ചെയ്തു. ഫലകത്തിലെ പച്ച എന്ന വാക്ക് സുസ്ഥിര വികസനത്തിലും പരിസ്ഥിതി സംരക്ഷിക്കുവാനുമുള്ള അവരുടെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. വരയരങ്ങിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? വരയരങ്ങ് കേരളത്തിൽ നിന്നുള്ള ഒരു തനത് കലാരൂപമാണ്. ഈ കാർട്ടൂൺ, സ്റ്റേജ് ഷോ, ഹൈസ്പീഡ് ഡ്രോയിങ്ങിനൊപ്പം കവിത, ഉപകഥകൾ, സോഷ്യോ പൊളിറ്റിക്കൽ ആക്ഷേപഹാസ്യം എന്നിവയുടെ സംയോജനമാണ്. S. ജിതേഷ് ഈ കലാവിഭാഗം ആരംഭിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. നോവലും എഴുത്തുകാരും താഴെ പറയുന്നു ശരിയായ ജോഡി: സമുദ്രശില സുഭാഷ് ചന്ദ്രൻ, മീശ S. ഹരീഷ്, സ്കാവഞ്ചർ GR ഇന്ദുഗോപൻ.
ജ്ഞാനനിക്ഷേപം എന്ന വാർത്താപത്രം, മാഗസിൻ എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ഇത് 1848 മുതൽ കോട്ടയം CMS പ്രസ്സിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കാൻ തുടങ്ങി. ജ്ഞാനനിക്ഷേപം എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. പുല്ലേലിക്കുഞ്ഞ് എന്ന നോവൽ ആദ്യം പ്രസിദ്ധീകരിച്ചത് ജ്ഞാനനിക്ഷേപത്തിലാണ്. ജ്ഞാനനിക്ഷേപം 1848 മുതൽ കോട്ടയം CMS പ്രസ്സിൽ വെച്ചാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പത്രാധിപർ ബെഞ്ചമിൻ ബെയ്ലി. പുല്ലേലിക്കുഞ്ഞ് എന്ന നോവൽ ഇതിലാണ് പ്രസിദ്ധീകരിച്ചത്. വോളറ്റൈൽ മെമ്മറിയുടെ പേര് നൽകുക. റാം. കമ്പൈലർ, ഇന്റർപ്രറ്റർ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത്? ഗോലൈവ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സീമോർ ക്രേ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിലുള്ള അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട പരാതി ആരുടെ മുൻപാകെ ഫയൽ ചെയ്യണം? ജില്ലാ കലക്ടർ, റീജിയണൽ ഓഫീസ് കമ്മീഷണർ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. 2013 ലൈംഗിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിനു കീഴിൽ രൂപീകരിച്ച ആന്തരിക പരാതി സമിതിയിൽ സ്ത്രീകളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മൊത്തം അംഗങ്ങളിൽ കുറഞ്ഞത് പകുതി ഉണ്ടായിരിക്കണം. കേരള ലോകായുക്ത നിയമം 1999 എന്ത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതു നടപടിയും അന്വേഷിക്കുന്നതിൽ നിർദ്ദിഷ്ട അധികാരികളുടെ പ്രവർത്തനങ്ങൾക്ക് വ്യവസ്ഥ ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടന 7ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് 2 അല്ലെങ്കിൽ ലിസ്റ്റ് 3. ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം പൊതുപ്രവർത്തനങ്ങൾക്കെതിരെ അവരുടെ പ്രവർത്തികൾ ന്യായമായ മരണഭീതിയോ ഗുരുതരമായ പരിക്കോ ഉളവാക്കുമ്പോൾ മാത്രം ലഭ്യമാകുന്നു. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവകാശ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് തവൻചന്ദ്. പദജോഡികളിൽ രണ്ടും ശരിയായത്. സ്വപരിശ്രമം, സ്വയം പരിശ്രമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗതിയും വിഭക്തിയും ചേർന്ന മിശ്ര വിഭക്തിക്ക് ഉദാഹരണം? അയാൾ മരത്തിൽ നിന്നു വീണു. ജാമാതാവ് എന്നത് അർത്ഥമാക്കുന്നത് മകളുടെ ഭർത്താവ്. ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ വിപരീത അർത്ഥം വരുന്ന പദജോടി നിഷ്കൃഷ്ടം, അപകൃഷ്ടം. അർത്ഥത്തിൽ സാമ്യമുള്ള പദജോടി കണ്ടെത്തുക. ഉന്മൂലനം, ഉന്മാർജനം. ഗുരു സ്ത്രീലിംഗം ഗുർവി. സുഷുപ്തി എന്ന പദം എങ്ങനെ ഘടകങ്ങളാക്കി തിരിക്കാം? സു പ്ലസ് സുപ്തി. രാത്രി, മഞ്ഞൾ, ഇരിപ്പിടം എന്നീ അർത്ഥങ്ങൾ വരുന്ന പദം വസതി. താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? വൈരൂപ്യം, വിരൂപത. കാക്കയുടെ പര്യായ പദങ്ങളിൽ പെടാത്തത് കരി.